ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. വൈകുന്നേരം കാശി കൺമണിയെയും കൂട്ടി അടുത്തുള്ള അമ്പലത്തിൽ പോയി. അവളുടെ മനസ്സ് ശാന്തമാകാൻ അവനെക്കൊണ്ടാകും പോലെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. തിരികെ വരുമ്പോൾ പുറത്തുനിന്ന് ഫുഡും കഴിച്ചു. കാശി കൺമണിയെ വീട്ടിൽ വിട്ടിട്ട് ആരെയോ കാണാൻ പോയി. വീട്ടിലെത്തി കുറച്ചു നേരം അമ്മയോടും അച്ഛനോടും സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഇത്തിരി മാറ്റമുണ്ടല്ലേ ഏട്ടാ? പത്മം ശേഖരനോട് പറഞ്ഞു. പത്മം പറയുമ്പോൾ ശേഖരൻ അത് ശരിവെച്ചു. പാവം മോള്. റൂമിൽ പോയി ഡ്രസ്സ് മാറുമ്പോൾ വയറ് കൊളുത്തി പിടിച്ചു. പെട്ടെന്ന് ഡേറ്റ് നോക്കുമ്പോൾ കണ്ടു. ഡേറ്റാണ്. വേഗം ഡ്രോയറിൽ നിന്നും പാഡ് എടുത്ത് ബാത്റൂമിലേക്ക് പോയി. ഇളം പിങ്ക് നിറത്തിലുള്ള ടോപ്പ്, പിന്നെ സ്കർട്ട്. അതായിരുന്നു വേഷം. വല്ലാത്ത വയറുവേദന തോന്നിയപ്പോൾ കയറി കിടന്നു. 9 മണിയായിട്ടും കൺമണി കഴിക്കാൻ വരാത്തപ്പോൾ രാഗിണി വിളിക്കാൻ പോയി. റൂമിന് പുറത്തുനിന്ന് വിളിച്ചു. അകത്ത് കയറാൻ ഇപ്പോഴും പേടിയാണ്. മോളെ, കൺമണി കഴിക്കുന്നില്ലേ? വേണ്ട ചേച്ചി, വയറുവേദനയാണ്. മുഖം ചുളുക്കിക്കൊണ്ട് പറഞ്ഞു. മാസക്കുളിയാണോ? എന്നാൽ പാൽ കൊണ്ടുവരട്ടെ? ഒന്നും കഴിക്കാണ്ട് പറ്റില്ല. രാഗിണി താഴേക്ക് പോയി. എന്താ രാഗിണി, മോള് വന്നില്ലേ? കുഞ്ഞിന് മേലാണ്ടിരിക്കുവാണ് പത്മേടത്തി. ആണോ? ഒന്നും വേണ്ടാന്ന്. അത് പറ്റില്ല. ഒരു ഗ്ലാസ് പാലും പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അതുകൂടി എടുത്ത് റൂമിൽ കൊണ്ട് കൊടുക്ക്, കഴിക്കട്ടെ. ഒന്നും കഴിക്കാതെ കിടക്കണ്ട. രാഗിണി പത്മം പറഞ്ഞതുപോലെ ചെയ്തു. 10 മണിയായപ്പോൾ കാശി വന്നു. എവിടെയായിരുന്നു കുട്ടാ ഇത്രയും നേരം? അത്യാവശ്യം 1-2 കാര്യങ്ങളുണ്ടായിരുന്നു അമ്മേ. നീ കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. കാശി റൂമിൽ ചെല്ലുമ്പോൾ കൺമണി ഉറക്കമാണ്. അവൻ ഫ്രഷായി വരുമ്പോൾ പാലടച്ചു വെച്ചിരിക്കുന്നു. ഫ്രൂട്ട്സ് അതുപോലെ ഇരിക്കുന്നു. കൺമണി ഒന്നും കഴിച്ചില്ലെന്ന് കാശിക്ക് മനസ്സിലായി. കണ്ണേ. കണ്ണ് തുറന്നില്ലെങ്കിലും അവൻ്റെ സാമീപ്യം അറിഞ്ഞു മൂളിക്കൊടുത്തു കൺമണി. കണ്ണാ. ഇതെന്താ എൻ്റെ കുഞ്ഞിന്? ഒന്നും കഴിച്ചില്ലേ? കാശി കൺമണിയെ നേരെ കിടത്തി. എഴുന്നേറ്റ് പാല് കുടിക്കൂ കണ്ണേ. വേണ്ട, അത് പറ്റില്ല. നല്ല കുഞ്ഞല്ലേ, എണീക്ക്. കൺമണിയെ എഴുന്നേൽപ്പിച്ചിരുത്തി പാല് ചുണ്ടോട് ചേർത്ത് കൊടുത്തു. അത്രയും കുടിച്ചു കഴിഞ്ഞാണ് കണ്ണ് തുറന്നത്. ഇന്നെന്താ എന്നെ കാണാതെ ഉറങ്ങിയത്? പാൽ ഗ്ലാസ് മാറ്റിവെച്ച് പെരുവിരൽ കൊണ്ട് അവളുടെ ചുണ്ട് തുടച്ചു കൊടുത്തു. കൺമണി അവൻ്റെ തോളിൽ മുഖം ചേർത്ത് വെച്ച് ചാരിയിരുന്നു. ഇന്നെന്താ ഞാൻ സ്നേഹിക്കണ്ടേ? അവളുടെ മുഖം പിടിച്ചുയർത്തി. എനിക്ക് വയ്യ കാശിയേട്ടാ, വയറുവേദന. പീരീഡ്സ് ആണ്. കണ്ണേ, ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്ക്, വിശക്കില്ലേ? എനിക്ക് വേണ്ട കാശിയേട്ടാ, അത് പറഞ്ഞാൽ പറ്റില്ല. നല്ല ക്ഷീണം തോന്നുന്നുണ്ട് ഇപ്പോൾ തന്നെ. കൊച്ചുകുട്ടികളെപ്പോലെ തലകുലുക്കി. കാശി ഓറഞ്ച് പൊളിച്ചു കൊടുത്തു. അതത്രയും കഴിച്ചു. ഒരു ആപ്പിൾ കൂടി കഴിപ്പിച്ച് വായും കഴുകി കൺമണി കിടന്നു. കാശി അവളെ നെഞ്ചിൽ ചേർത്ത് കിടത്തി വയറിൽ കൈകൊണ്ട് ഒഴിഞ്ഞു കൊടുത്തു. ഒരാഴ്ച വളരെ പെട്ടെന്ന് കടന്നുപോയി. രാവിലെ കാപ്പുകൂടി കഴിഞ്ഞപ്പോൾ വിശ്വത്തിൻ്റെ ഫോൺ ഉണ്ടായിരുന്നു കാശിക്ക്. എന്തായി അവിടുത്തെ കാര്യം? കാശി ചോദിച്ചു. ഒന്നും ആയില്ലടാ. നീ ഇല്ലാത്തത് കൊണ്ട് അഞ്ജലി ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ പ്ലേറ്റ് മാറ്റി. എല്ലാം സെറ്റാക്കിയതായിരുന്നു. അവളുടെ മനസ്സിലിരിപ്പ് വേറെയാണ്. അതിപ്പോൾ എന്നോട് പറ്റില്ലല്ലോ, നിന്നോടല്ലേ തോന്നിയത്? അത് പറയുമ്പോൾ വിശ്വം ചിരിച്ചു. നീ ഒന്ന് പോയേ. കാശി ദേഷ്യപ്പെട്ടു. എടാ, നീ ഒന്നുകൂടി ആലോചിക്ക്. 1 പിഴച്ചാൽ 3 പറയാറില്ലേ? 2 തവണ എന്തായാലും ഈ കേസ് ചീറ്റിപ്പോയി. ഇത് 3ാമതാണ് നിന്നെ തേടി വന്നിരിക്കുന്നത്. നമുക്ക് 2 പേർക്കും കൂടി ഇതങ്ങ് തുടങ്ങിയാലോ? അവൾ എന്തായാലും പോയി, അതുകൊണ്ട് ആ ശല്യം ഒഴിഞ്ഞു. നീ അവരോടെല്ലാം സംസാരിച്ച് സെറ്റാക്കി വയ്ക്ക് വിശ്വ, ഞാൻ വരാം. പിന്നെ വിശ്വം, നിൻ്റെ ഫ്ലാറ്റ് അത് ഒഴിഞ്ഞു കിടക്കുവല്ലേ? അത് ഒഴിഞ്ഞു കിടക്കുവാണടാ. എന്താ, നീ കൺമണിയെ കൂടെ കൊണ്ടുവരുന്നുണ്ടോ? 1ാമത് അമ്മ മരിച്ച് അതിൻ്റെ സങ്കടത്തിൽ നിന്നൊക്കെ കരകയറി വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനും കൂടി ഇവിടെ ഇല്ലാതായാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. മാത്രമല്ല പാവമാടാ. കുന്നത്ത് കാശിനാഥന് ആട്ടമുണ്ട്. നീ ധൈര്യമായി ഇങ്ങ് പോരെ. പിന്നെ ഇതിപ്പോൾ അഞ്ജലി മണക്കറിയുമോ? കാശി ചോദിച്ചു. ഇല്ലടാ, രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിയുന്നത് വരെ അറിയിക്കാതെ തന്നെ നോക്കണം. അവൾ വേണ്ടടാ, ഫ്രണ്ടാണ്. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണ്ടേ? നമുക്ക് അവളൊരു ബാധ്യതയാകും. ഇതിപ്പോൾ അവളായി ഒഴിഞ്ഞു പോയതല്ലേ. ഇവിടുത്തെ കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ തീരാൻ ഏതായാലും ഒരാഴ്ച കഴിയും. അത് കഴിയുമ്പോൾ നീ വന്നാൽ മതി. ശരി. കാശി നോക്കുമ്പോൾ കൺമണിയും അമ്മാവനും കൂടി അമ്മണിയെ കുളിപ്പിക്കുവാണ്. പാവാടത്തുമ്പെടുപ്പിൽ പൊക്കിക്കുത്തി തൊണ്ടുകൊണ്ട് തേച്ചുരയ്ക്കുന്നുണ്ട് അമ്മാവൻ. എന്തൊക്കെയോ തമാശ പറയുന്നത് കേട്ട് ഉറക്കെ ചിരിക്കുന്നുമുണ്ട്. കാശി കുറച്ചു നേരം അതൊക്കെ നോക്കി നിന്നു. വീണ്ടും 1-2 ഫോൺ കോൾ വന്നപ്പോൾ അതുമായി പോയി. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് തിരികെ വന്ന് നോക്കുമ്പോൾ കുളി കഴിഞ്ഞ് വെയിൽ കൊള്ളുന്നു. അമ്മാവനെയും കൺമണിയെയും കാണാനില്ല. താഴെ അടുക്കളയിൽ അമ്മയുടെയും രാഗിണിയുടെയും സംസാരം കേൾക്കാം. നേരെ റൂമിൽ ചെന്ന് മുറി തുറന്നു അകത്തേക്ക് കയറി.
അപ്പോഴുണ്ട്. ബാത്റൂമിൽ നിന്നും പാവാട നെഞ്ചുവരെ ഉടുത്ത് തലയിൽ തോർത്തും ചുറ്റി ദേ ഇറങ്ങി വരുന്നു. കാശിയെ കണ്ടിട്ടും അവൾക്ക് വലിയ ഭാവവ്യത്യാസമൊന്നും തോന്നിയില്ല. ഉടുത്തു മാറാനുള്ളതെടുത്ത് തിരിയുമ്പോൾ മുന്നിൽ കാശി കയറി നിന്നു. എന്ത് ഭാവിച്ച കണ്ണാ ഈ നടപ്പ്? കാശി ഒറ്റ പുരുകമുയർത്തിക്കൊണ്ട് പെണ്ണിനോട് ചോദിച്ചു. എന്താ കാശിയേട്ടാ? എൻ്റെ കുഞ്ഞ് ഈ സിംഗിൾ പീസിൽ നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അവളെ വലിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ മാരടങ്ങൾ കാശിയുടെ നെഞ്ചിൽ അമർന്നു. അതുവരെ തോന്നാത്ത വികാരങ്ങൾ. കൺമണി മുഖം കുനിച്ചു നിന്നു. കാശിയുടെ കൈ അവളുടെ ഇടുപ്പിൽ ഞെരിഞ്ഞു. കൺമണി അറിയാതെ ഉയർന്നു പോയി. കണ്ണാ, എന്നെ നോക്ക്. എൻ്റെ കണ്ണനല്ലേ, ഒന്ന് നോക്ക്. കൺമണി മുഖമുയർത്തി നോക്കി. അവളുടെ കവിളുകളിൽ കുങ്കുമ നിറം. ചുണ്ടിന് മുകളിൽ വിയർപ്പ് പൊടിഞ്ഞു. എന്നെ ഇങ്ങനെ നോക്കല്ലേ കാശിയേട്ടാ, എനിക്ക് നാണാവുന്നു. അതേ, രാധ പറഞ്ഞ സുഖം അതിനിയുമുണ്ട്. കൺമണി മുഖം കുനിച്ചു. വേണ്ടേ കണ്ണന്? കാശി അവളെ എടുത്തുയർത്തി ബെഡിൽ കിടത്തി അവനും കിടന്നു. ബഹളം വയ്ക്കുവോ? ഇല്ല. കാശി കൺമണിയുടെ നെറ്റിയിലും കവിളിലും ചുംബിച്ചു. കാതിലും കമ്മലിലും ചേർത്ത് കടിച്ചു നുണഞ്ഞു. അവൾ കുലുങ്ങി ചിരിച്ചു. കാശിയുടെ ചുണ്ട് കവിളിലൂടെ ഇഴഞ്ഞ് ചുണ്ടും ചുണ്ടും തമ്മിൽ ചേർന്നു. ആഴത്തിൽ ചുംബിച്ചു. കാശി അവളുടെ നാവിനെ ചുഴറ്റിയെടുത്തു. കൺമണി ശ്വാസം വിലങ്ങി. അവൾ കാശിയെ അള്ളിപ്പിടിച്ചു. കാശി വേഗത്തിൽ അവളിൽ നിന്നും മാറി. കൺമണി അല്പം ഉയർന്ന് ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു. എൻ്റെ ശ്വാസം പോയേനെ. അങ്ങനെ ചാവാൻ ഞാൻ വിടുവോ? കാശി കൺമണിയെ ചേർത്ത് പിടിച്ചു. ഇപ്പോൾ ശരിയാണോ? രാധ പറഞ്ഞത് ശരിയാ, നല്ല രസമുണ്ട്. കൺമണി വാപത്തി ചിരിച്ചു. കാശിക്ക് അത് കണ്ടപ്പോൾ ചിരി വന്നു. അതേ, ഇപ്പോൾ രസമുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കരയരുത്. ഇല്ല, കരയില്ല. കാശി ഇട്ടിരുന്ന ടീഷർട്ട് ഊരി ബെഡിലിട്ടു. കൺമണി അത് കണ്ട് മുഖം പൊത്തി. കാശി അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. പാതിയിൽ മുറിഞ്ഞ ചുംബനത്തിൻ്റെ ചൂട് അവളിലേക്ക് പകർന്നു കൊടുത്തു. കഴുത്തിടുക്കിൽ കാശിയുടെ മീശയും താടിയും ചേർന്ന് അവളെ ഇക്കിളിയാക്കി. വെളുത്ത് നീണ്ട കഴുത്തിൽ കാശി പതിയെ കടിച്ചു. കൺമണി കാശിയുടെ തോളിൽ അവളുടെ നഖമാഴ്ത്തി. കാശിയുടെ ചുണ്ടും പല്ലും ഉമിനീരും ചേർന്ന് അവളെ ഉണർത്തി. കാശി കൺമണിയുടെ മാറിൽ പതിയെ കൈകൊണ്ട് പരതി. കാശിയുടെ ചുണ്ടും പല്ലും ഉമിനീരും ചേർന്ന് അവളെ ഉണർത്തി. കാശി കൺമണിയുടെ മാറിൽ പതിയെ കൈകൊണ്ട് തലോടി. കൺമണി കാശിയുടെ കയ്യിൽ പിടിച്ചു. കാശി കൺമണിയെ നോക്കി. എനിക്ക് പേടിയാ. ഞാനല്ലേ കണ്ണാ? കുഞ്ഞിന് പേടിയാണെങ്കിൽ വേണ്ട. അവൻ വേഗം കൈയെടുത്തു. കാശിക്ക് സങ്കടമായെന്ന് കൺമണിക്ക് തോന്നി. അവളിൽ നിന്നും അകന്നു മാറാൻ തുടങ്ങിയവനെ കൺമണി ചേർത്ത് പിടിച്ചു. എന്താ? എനിക്ക് രാധ പറഞ്ഞ സുഖം വേണം കാശിയേട്ടാ. കാശി മീശത്തുമ്പ് കടിച്ചു പിടിച്ച് ചിരിച്ചു. ഇനി ഇതൊക്കെ ആദ്യം മുതൽക്കേ തുടങ്ങണ്ടേ എൻ്റെ കണ്ണേ? അവളുടെ കഴുത്തിലൂടെ ചുണ്ടുകൾ ഇഴയ്ക്കുന്നതോടൊപ്പം വലത് കൈ പാവാടയുടെ കെട്ടിലമർന്നും അതോടൊപ്പം താഴേക്ക് വലിച്ചു. അവളുടെ ഉടയാത്ത മാരടങ്ങളും കുഞ്ഞു കടികൾ സമ്മാനിച്ചു. കൺമണിയുടെ കൈ കാശിയുടെ മുടിയിൽ ഞെരിഞ്ഞു. മാറിടത്തിൽ നിന്നും ചുണ്ടും നാവും വഴുതി ഇറങ്ങി. കൺമണിയുടെ ചുണ്ടിൽ മതിവരാതെ കാശി ചുംബിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ വയറിലൂടെ ചുണ്ടുകളിലും നാഭിച്ചുടിയിലൂടെ ആഴങ്ങളും വളർന്നു. പല്ലും നാവും കൊണ്ടൊഴിഞ്ഞു. കൺമണിയുടെ ചുണ്ട് ചേർത്ത് വെച്ചു. അവൻ്റെ കൈവിരലുകൾ അവളുടെ ശരീരത്തിൽ ഒഴിഞ്ഞു. കൺമണിയിൽ നിന്നും ശിഖാരം പുറത്തേക്ക് വന്നു. അവളുടെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ പല ആവർത്തി ഇഴഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ്റെ ചുണ്ടും നാവും നൽകുന്ന സുഖം അവളെ വല്ലാതെ ഭ്രമിപ്പിച്ചു. കൺമണിയുടെ ചുണ്ടിൽ ചുണ്ട് ചേർത്ത് അവൻ്റെ കൈവിരലുകൾ അവളുടെ ശരീരത്തിലാകമാനം ഒഴിഞ്ഞു. ഒടുവിൽ കാശി കൺമണിയെ പതിയെ പതിയെ സ്വന്തമാക്കാൻ തുടങ്ങി. കൺമണി കരഞ്ഞു. കാശി പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു മാറി. വേദനിക്കുന്നുവെങ്കിൽ വേണ്ട കണ്ണേ, ആദ്യമായിട്ടായോണ്ടാ, സാരമില്ല. എനിക്ക് വേദനിച്ചോട്ടുണ്ടാ കാശിയേട്ടാ. ഞാൻ പെണ്ണ് കരച്ചിൽ നിർത്തുന്നില്ല, പോട്ടെ. കാശി ബ്ലാങ്കറ്റ് വലിച്ചു മൂടി അവളെ ചേർത്ത് പിടിച്ച് നെഞ്ചിൽ പതിയെ ചേർത്ത് കിടത്തി. കാശിയേട്ടന് സങ്കടമായോ? ഇല്ല കണ്ണാ, കുഞ്ഞിന് വേദനിച്ചിട്ടല്ലേ, പോട്ടെ. ഇതാണോ രാധ പറഞ്ഞ സുഖം? എനിക്ക് വേദനിച്ചു. ചുണ്ടും കൂർപ്പിച്ച് കൺമണി പറയുന്നത് കേട്ടപ്പോൾ കാശിക്ക് ചിരി വന്നു. അത് കള്ളം. അവളുടെ അടുപ്പിൽ പിടിച്ച് പിച്ചി കാശി. ഇടയ്ക്ക് നല്ല രസമായിരുന്നില്ലേ? കാശി ചോദിക്കുമ്പോൾ കൺമണി അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. ആദ്യമായതുകൊണ്ടാണ്. പിന്നെ വേദന ഉണ്ടാവില്ല കേട്ടോ. ഇനി എപ്പോഴാ? കൺമണി ചോദിച്ചു. എപ്പോൾ വേണമെങ്കിലും. കണ്ണന് തോന്നുമ്പോഴൊക്കെ. ഇപ്പോൾ തോന്നുന്നുണ്ട്, പക്ഷെ വേദനിക്കും. ആദ്യം ഇത്തിരി വേദനിക്കും. അത് സഹിക്കാൻ തയ്യാറാണോ? എന്നാൽ നോക്കാം. പക്ഷെ നിലവിളിക്കരുത്. സമ്മതമാണോ? ഇനിയിപ്പോൾ വേണ്ട, വെളുപ്പിനാവട്ടെ. അതുവരെ നമ്മളിങ്ങനെ കിടക്കുവോ? കൺമണി കണ്ണും തള്ളി ചോദിച്ചു. എങ്ങനെ കിടക്കാം? പിന്നെ ഇനി വീണ്ടും ഇതൊക്കെ അഴിച്ചു പറിക്കണ്ടേ? അശ്ശേ, ഈ കാശിയേട്ടൻ. ഇതിപ്പോൾ എന്തിനാ ഇത്രയും നാണം? ഞാൻ കാണാത്തതൊന്നുമില്ലല്ലോ. അന്ന് ഞാൻ വൃത്തിയായി കണ്ടതായെല്ലാം.
എന്നിട്ട് ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞതോ? അത് പിന്നെ അങ്ങനെയല്ലേ കണ്ണേ പറയൂ. കൺമണി മുഖം വീർപ്പിച്ച് വെച്ചു. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാവോ എൻ്റെ കണ്ണനെ? സത്യം സത്യം ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. അവളെയും കെട്ടിപ്പിടിച്ച് കാശി ഉറക്കത്തിലേക്ക് വീണു.